ദൈവത്തിൻ്റെ ശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर की पवित्र नाम की महिमा हो. ഹിന്ദിയിൽ സംസാരിക്കാറുണ്ട്. എന്നാൽ ഇന്ന് പ്രിയ ഷാജി സോവറൻ ട്രാൻസ്ലേഷന് മിടുക്കനായതുകൊണ്ട് ഞാൻ ആ ഉദ്യമം മലയാളത്തിൽ തന്നെ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. मैं हमेशा हिंदी में प्रचार करते हैं, लेकिन आज शादी भाई अनुवाद करते हैं, इसलिए उनको इस्तेमाल करने के लिए चाहता हूँ. എനിക്ക് തോന്നുന്നത് ഇവിടെ ചില മലയാളികളും ഉണ്ടല്ലോ. मुझे लगता है यहाँ कुछ केरला वाला लोग भी है. അപ്പോൾ സ്വന്തം ഭാഷയിൽ അല്പം എന്തെങ്കിലും കേൾക്കുന്നത് അവർക്ക് വളരെ സന്തോഷത്തിന് കാരണമാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. और इसलिए मैं सोचता हूँ कि उनकी भाषा में उनको सुनने को एक अवसर मिलेगा तो उनको भी थोड़ा बड़ा आनंद होते हैं. ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഈ നല്ല സമയത്തെ ഓർത്ത്. और परमेश्वर की स्तुति करता हूँ, परमेश्वर की महिमा करता हूँ इस सुंदर समय के लिए. ഈ സഭയുടെ എല്ലാ സന്തോഷ സമയങ്ങളിൽ ഞാനിവിടെ ഉണ്ടാകാറുണ്ട്. യാദൃച്ഛികമാണോ എന്ന് എനിക്കറിയില്ല. और इस कलीसिया के हर आनंद की महल में समय में मैं उसमें शामिल हो जाते, कैसा होता है मुझे पता नहीं. ഈ സ്ഥലസഭ സ്ഥാപിതമായത് ഇവിടെ അല്ലല്ലോ, ഡാമില് വേറൊരു വാടകയ്ക്കാണ് ആദ്യം തുടങ്ങിയത്. അന്ന് എനിക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. यहाँ की कलीसिया जब शुरुआत हुआ था, एक वहाँ पे एक हॉल में शुरू हुआ था, वहाँ आने के लिए प्रभु ने मुझे मदद किया. ഇതിലെ കാരണം എന്ന് പറയുന്നത് പ്രിയ ഷായി സോവറിനും ഞങ്ങളും തമ്മിൽ ഒരു ആത്മാർത്ഥ ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. और इन सबका पीछे का एक ही कारण एक ही शादी भाई और हमारे साथ एक आत्मिक अच्छे संबंध है. ഒരു പിരിയാത്ത ബന്ധമാണ് അത്. ആ നിലയിൽ ചിന്തിപ്പാൻ തക്കവണ്ണം കഴിയും. और हमारा वो जो रिश्ता है वो कभी टूटने वाला रिश्ता नहीं है. അതുകൊണ്ടാണ് നിങ്ങളുടെ സന്തോഷ സമയങ്ങളിലും ദുഃഖത്തിന്റെ വേളയിലും ഒക്കെ പ്രാർത്ഥിക്കുവാനും ദൈവത്തെ ഒന്നിച്ച് മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഇടയായി തീർന്നു. और इसलिए आप लोगों का खुशी की समय में और दुख का समय में भी भाग लेने के लिए प्रार्थना में उसको साथ देने के लिए प्रभु ने मदद किया. ഈ അസംബ്ലി ഹോള് സ്ഥാപിതമായപ്പോൾ ഇതിന്റെ സ്തോത്ര ശുശ്രൂഷയ്ക്ക് എനിക്ക് കടന്നു വരുവാൻ ഇടയായി. इस असेंबली हॉल जब बनाया था, उसका जो उद्घाटन की सम्मेलन था, उसमें भी मुझे भाग लेने का अवसर मिला. ഇപ്പോൾ പ്രിയ ഷായി സോവറൻ തന്റെ ശുശ്രൂഷ തുടങ്ങിയിട്ട് 25 വർഷം തികയുന്ന ഈ സന്തോഷകരമായിരിക്കുന്ന സമയത്ത് കടന്നു വരുവാൻ ഇടയാക്കി. और प्रिय शादी भाई अपना प्रभु का सेवा में 25 साल पूरा करते हुए इस आनंद का समय में भी मुझे आकर भाग लेने में प्रभु अवसर दिया. ഒരു 3 വർഷം മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് വരുവാൻ തക്കോണം ഞാനും ഭാര്യയും കൂടെ വരണം എന്ന് ആഗ്രഹിച്ചതാണ്. और 3 साल पहले हम लोग मैं और पत्नी साथ में यहाँ पर आने का प्लानिंग किया था. എന്നാൽ അന്നാണ് ആ സമയത്താണ് കൊറോണ നമ്മളെ ബാധിച്ചത്. അതുകൊണ്ട് ലോക്ക്ഡൌൺ ആയിപ്പോയി. और लेकिन उसी समय में कोरोना आ गया और पूरा भारत में लॉकडाउन लगने की वजह से आ नहीं पाया. പിന്നീട് ഇന്നാണ് നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം ഇടയാക്കി. और उसके बाद फिर अब आप लोगों के साथ मिलने का अवसर प्रभु ने दिया. ദൈവം തരുന്ന എല്ലാ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടെ ഇവിടെയും എവിടെയും ദൈവജനം ക്ഷേമത്തോടെ ഇരിക്കുന്നു കാണുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. और इस इतनी खुशी के साथ आनंद के साथ हम कहाँ पर भी हो, प्रभु का लोग प्रभु में आनंदित होकर रहते हुए मिलने का देखने का मौका जो मिलते हैं वो बड़ा खुशी की बात है और प्रभु की स्तुति है. എന്നെ കുറിച്ച് കൂടുതൽ പ്രാരംഭമായിട്ട് പറഞ്ഞ് ഞാൻ സമയം കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ചെറിയൊരു വിവരണം പ്രിയപ്പെട്ടവരിൽ നിന്ന് കേൾക്കുവാൻ കഴിയുന്നു. और मेरे बारे में ज्यादा बोलकर समय निकालना नहीं चाहते. आप लोग मेरे बारे में थोड़ा बहुत सुन चुका है. അതുകൊണ്ട് നമുക്ക് എളുപ്പം തന്നെ ഡയറക്റ്റ് ആയിട്ട് കർത്താവിന്റെ വചനത്തിലേക്ക് കടന്നു പോകാം. और इसलिए हम जल्दी परमेश्वर की वचन की ओर मुड़ेंगे. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യമാണ് കുറിവാക്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. और पहला कोरिन्थी 2 अध्याय का 2 पद हम शुरू के विचार मनन के लिए लिया. 1 Corinthians chapter 2 verse 2. पहला कोरिन्थी 2:2. क्योंकि मैंने यह मान लिया था कि तुम्हारे बीच यीशु मसीह वरन क्रूस पर चढ़ाए हुए मसीह को छोड़ और किसी बात को ना जानो. Thank you, brother.
ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. मैंने ये ठान लिया ताकि तुम्हारे बीच यीशु मसीह वरन क्रूस पर चढ़ाए हुए मसीह को छोड़ और किसी बात को न जानो. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. मैं ये निवेदन करता हूँ कि आप लोग सब मेरी ओर ध्यान दें. അതുകൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം, അതിന് അറിയാമെങ്കിൽ ഉത്തരം പറയണം. और आप लोग मेरी ओर ध्यान देने के लिए मेरे कुछ सवाल बीच बीच में आपसे पूछेंगे. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ആരാണ് പറഞ്ഞതെന്ന് പറയാമോ? और ये जो वचन यहाँ पर हमने जो पढ़ा है, इस वचन किसने कहा है? ഇതാരാണ് പറഞ്ഞത്? ये कौन बताया इस वचन? പൗലോസ് ആണ്. പൗലോസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കിവിടെ കാണുവാൻ തക്കോണം കഴിയും. यहाँ पौलुस ने बताया हुआ एक बात को हम देखते हैं. പൗലോസിന്റെ ഒരു സാക്ഷ്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. पौलुस की एक गवाही के रूप में हम ये बात को देख सकते हैं. രണ്ട് കാര്യങ്ങളാണ് ഇത് ഈ വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. दो बातें इस वचन से मेरे आपको दिखाना चाहता हूँ. ഒന്ന്, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യം. और पहला बात है कि क्रूस पर चढ़ाया हुआ यीशु मसीह का बारे में. രണ്ടാമത് പൗലോസ് ഇത് പറയാനുള്ള കാരണം എന്താണ്? दूसरी बात, पौलुस ये बात कहने का क्या कारण है? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ, അതായത് അപ്പോസ്തലനായ പൗലോസ് ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. और पौलुस यहाँ पर कहते हैं, मैं मतलब पौलुस खुद कहते हैं कि मैं जब तुम्हारे बीच में हो तो मुझे और कुछ बात नहीं जानना है, सिर्फ जो क्रूस पर चढ़ाया हुआ यीशु मसीह के बारे में. എന്തുകൊണ്ട്? why he is taken a decision like this? क्यों यीशु मसीह ने इस प्रकार का निर्णय लिया? ഇത് പൗലോസിന്റെ ഒരു ഡിസിഷനാണ്. और ये पौलुस का एक निर्णय है. നമ്മുടെ ജീവിതത്തിൽ അനേക നിർണയങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നാം തീരുമാനിക്കാറുണ്ട്. हमारे जीवन में भी हम कई बार कई चीजों के बारे में निर्णय को ठान लेते हैं. നാം ഒക്കെ പല നിർണയങ്ങൾ എടുക്കുന്നത് നമ്മുടെ ഭൗമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെയുള്ള നിർണയങ്ങളാണ് അല്ലെങ്കിൽ തീരുമാനങ്ങളാണ് നാം എടുക്കുന്നത്. हम जो निर्णय को ठान लेते हैं वो हमारा भौतिक और धन का बारे में और हमारी जो दुनिया का जिंदगी का बढ़ोतरी के लिए हम ठान लेते हैं. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞ നാൾ മുതൽ തന്റെ ആ തീരുമാനം എന്ന് പറയുന്നത് ആ കർത്താവിൽ വളരുക, കർത്താവിൽ കൂടുതൽ കർത്താവിനെ കുറിച്ച് അറിയുക, കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് തന്റെ തീരുമാനത്തിന്റെ പ്രഥമമായിരിക്കുന്ന ലക്ഷ്യം. लेकिन यहाँ पर पौलुस के बारे में जब हम देखते हैं, पौलुस जब से यीशु मसीह को उसने पहचान लिया तब से उसने ये निर्णय को ठान लिया कि मसीह को अधिक जानना है और उसी में आगे बढ़ना है और उसकी बिना उसकी बगैर और किसी बात को नहीं जानना है. പൗലോസ് എന്ന ശൗൽ തന്റെ ആദ്യകാല ജീവിതത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ താൻ എങ്ങനെയാണ് തന്റെ മതത്തിന് വേണ്ടി ജീവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് കഴിയും. जो पौलुस जो शाऊल भी कहा जाते हैं वो विश्वास में आने से पहले कैसा था और कैसे एक धर्म का अंधा बनकर उसने कार्य को किया, ये हम देखते हैं. താൻ ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ ആത്മാർത്ഥതയോടെ നിലനിന്ന് ചെയ്തു വരുന്ന ഒരു വ്യക്തിയായിട്ട് പൗലോസിനെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. पौलुस ऐसा व्यक्ति था, वो जो कोई बात पहले भी जो करता था उसमें पूर्ण निधि से उसके लिए समर्पित होकर उस कार्य में वो लगा रहता था. പഴയ പൗലോസിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വിരോധമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിരോധമായിട്ട് നിലകൊള്ളുന്ന ഒരു സ്വഭാവമായിരുന്നു പൗലോസിന് ഉണ്ടായിരുന്നത്. पौलुस की पहला स्वभाव ऐसा था कि यीशु मसीह का विरोध में, मसीह के खिलाफ, मसीह पर विश्वास करने वालों के खिलाफ कार्य करने का उस विचार के वो आगे बढ़ता था. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നാം കടന്നു വരുമ്പോൾ आज जब अपने लोगों का काम में हम आते हैं, നാം
തന്റെ പഴയകാല ജീവിതത്തെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. और पौलुस की पुराना जीवन के बारे में जरा मनन करना अच्छी होगा. കാരണം ഇന്നത്തെ തന്റെ തീരുമാനം എന്ന് പറയുന്നത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിനെ വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം തീരുമാനമെടുത്ത ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവരായിട്ട് നിങ്ങളുടെ ഇടയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന പൗലോസിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. आज पौलुस जो बताया कि मैंने तुम्हारा बीच में जब तक रहो सिर्फ यीशु मसीह को ही जानना, उसके अलावा मुझे और कुछ नहीं चाहिए. എന്നാൽ അതിനു മുമ്പ് പൗലോസിന്റെ തീരുമാനം എന്തായിരുന്നു? लेकिन उसका पहले पौलुस कैसा था? നാം ഒന്ന് ആ വിഷയത്തിലേക്കൊന്ന് നമുക്ക് കടന്നു വരാം. हम तेरा उस विषय में तेरा मनन करेंगे. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം, प्रेरितों का 22 अध्याय, അതിന്റെ 22-ാമത്തെ അധ്യായത്തിന്റെ 10-ാം വാക്യത്തെ നമുക്കൊന്ന് വായിക്കാം. 19-ാം വാക്യം ഒന്ന് വായിക്കാം. उसका 19वां पद पढ़ेंगे. प्रेरितों का काम 22 अध्याय का 19वां पद. 19-20. मैंने कहा, हे प्रभु, वे तो आप जानते हैं कि मैं तुझ पर विश्वास करने वालों को बंदीगृह में डालता और जगह जगह आराधनालय में पिटवाता था. जब तेरे गवाह स्तिफानुस का लहू बहाया जा रहा था, तब मैं भी वहाँ खड़ा था और इस बात में सहमत था और उसको घातकों के कपड़ों की रखवाली करता था. മതി. ഇവിടെ നാം വായിക്കുന്നത് നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളി തോറും അടിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിട്ടാണ് ശൗലിനെ നമുക്ക് കാണുവാൻ കഴിയും. यहाँ पर हम देखते हैं शाऊल के बारे में, हम देखते हैं वो मैं तुझ पर विश्वास करने वालों को बंदीगृह में डाल और जगह जगह आराधनालय में पिटवाता था. നോക്കുക, എത്ര ക്രൂരനായിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് പൗലോസ് എന്ന നിലയിൽ നമുക്ക് ശൗൽ എന്ന നിലയിൽ കാണുവാൻ കഴിയുന്നത്. कितना क्रूर और कठिन व्यक्ति था पौलुस या शाऊल, ये हम यहाँ पर देखते हैं. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എന്നും നിന്റെ സാക്ഷിയായ സ്തേഫാനോസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 20वां पद में पढ़ते हैं, जब तेरे गवाह स्तिफानुस का लहू बहाया जा रहा था, तब मैं भी वहां खड़ा था और इस बात में सहमत था. ദൈവത്തിന്റെ ദാസനായ സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ അവരെ ഉത്സാഹിപ്പിക്കുന്ന ശൗലിനെയാണ് നമുക്ക് കാണുവാൻ तो കഴിയുന്നത്. प्यारो, परमेश्वर के दास स्तिफानुस को जब लोगों ने पत्थरवा किया, मार डाल रहा था, तब पौलुस जो शाऊल है वहां खड़े थे और उसको प्रोत्साहन देते हुए उसका सहमत ഇന്ന് करना. നാം ആയിരിക്കുന്ന ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ ദേശത്തിൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള ചിലരെയെങ്കിലും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവജനത്തെ കല്ലെറിയുവാനും ദൈവജനത്തെ പള്ളികൾ തോറും കടന്ന് ആക്രമിച്ച് അടിക്കുവാനും പിടിക്കുവാനും ഒക്കെ തുടങ്ങുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. तो प्यारो, आज हमारा देश में भी ऐसे लोगों को हम देखा जाते हैं जो आराधनालय में जाकर मसीही विश्वासियों को पिटवाते हैं, मारते हैं, सताने वालों को आज भी हम दिखाई देते हैं. നോക്കുക, 26-ാം അധ്യായത്തിന്റെ ആക്ട്സ് ചാപ്റ്റർ 26 और प्रेरितों का काम उसका 24 अध्याय അതിന്റെ 11-ാം വാക്യത്തിൽ നാം അതേ തന്നെ കാര്യങ്ങൾ കാണുന്നുണ്ട്. और उसका 11 पद में भी हम सेम बात को पढ़ते हैं. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചും കൊണ്ട് ദൂഷണം പറയുവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യപട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു എന്ന് ഇവിടെ പൗലോസിനെ കുറിച്ച് പറയുകയാണ്. तो वहां हम पढ़ते हैं, हर आराधनालय में मैं उन्हें ताड़ना दिलाकर यीशु की निंदा करवाता था, यहाँ तक कि क्रोध के मारे ऐसा पागल हो गया कि बाहर के नगरों में भी जाकर उन्हें सताता था. എന്നാൽ അങ്ങനെയുള്ള പൗലോസിനെ അല്ലെങ്കിൽ ശൗലിനെ കർത്താവ് പിടിച്ചപ്പോൾ അവൻ എങ്ങനെയുള്ളവനായി തീർന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. तो प्यारो, ऐसे विश्वासियों को सताने वाला पौलुस को जब प्रभु ने पकड़ लिया, प्रभु को मिला, तो वो व्यक्ति कितना बदल गया. ദമസ്കോസിൽ നിന്ന് അവൻ അധികാരപത്രവുമായിട്ട് അവൻ കടന്നു വരുമ്പോൾ അവന്റെ പ്രയാണത്തിൽ ദമസ്കോസിനെ സമീപിച്ചപ്പോൾ ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവന് ഉണ്ടായതായിട്ടാണ് നാം 9-ാം അധ്യായത്തിൽ വായിക്കുന്നത്. जब पौलुस ने दमस्कस गया और जो आराधनालयों के
വായിക്കുന്നു. അവിടെ ഇങ്ങനെ മൂന്ന് തൊട്ട് 3-4 വാക്യം. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന് ചുറ്റും മിന്നി എന്ന് നാം വായിക്കുന്നു. तो प्रेरितों का काम 9 अध्याय का 3 और 4 में हम ऐसा पढ़ते हैं, परंतु चलते चलते जब वो दमिश्क के निकट पहुंचा तो एकाएक आकाश से उसके चारों ओर ज्योति चमकी और वो भूमि पर गिर पड़ा और यह शब्द सुना, है शौर तू मुझे क्यों सताता है? പ്രിയ ദൈവമക്കളെ, ദൈവജനത്തെ നശിപ്പിക്കുവാനുള്ള അധികാരപത്രവുമായിട്ട് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ അവൻ എത്തിയപ്പോൾ അവന് ആ കർത്താവായ യേശുക്രിസ്തു ഒരു വെളിച്ചമായിട്ട് അവൻ വെളിപ്പെടുന്ന അവസ്ഥയാണ് നാം ഈ വാക്യത്തിൽ വായിക്കുന്നത്. मेरे भाई और बहनों, जब मसीह लोगों को सताने के लिए अधिकार पत्र लेकर दमिश्क के फाटक के पास पहुंचा हुआ शाऊल के सामने प्रभु यीशु मसीह एक ज्योति का सा उसको दिखाई दिया. അവിടെ നിന്ന് തുടങ്ങിയ തന്റെ പ്രയാണം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ശക്തമായിരിക്കുന്ന നിലയിൽ താൻ എങ്ങനെ തന്റെ പഴയ ജീവിതത്തിൽ കർത്താവിന് വിരുദ്ധമായിട്ട് ജീവിച്ചോ അതേ ശൗര്യത്തോടെ അല്ലെങ്കിൽ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി വിളിക്കപ്പെട്ടപ്പോഴും താൻ അങ്ങനെ തന്നെ ജീവിക്കുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. तो प्यारो, जब वो विश्वास में आने से पहले, प्रभु को मिलने से पहले उसका धर्म के लिए वो कितनी जलता था, उसी प्रकार जब वो विश्वास में आने के बाद भी उसी जलन के साथ वो आगे बढ़ा. കർത്താവ് തനിക്ക് കർത്താവിന്റെ ആത്മാവിന്റെ പരിജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം തനിക്ക് വർദ്ധിച്ചു വരുമ്പോൾ കർത്താവിനെ കുറിച്ചുള്ള വെളിച്ചത്തിൽ താൻ വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. और जब वो प्रभु यीशु मसीह की ज्ञान उसको मिलता गया, तब उसमें वो बढ़ते जाते हुए पौलुस को हम देखते हैं. 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വായിച്ചത് ഇപ്രകാരമാണ്: ആകാശത്തു നിന്ന് ഒരു വെളിച്ചം ചുറ്റിമിന്നി എന്ന് ഇവിടെ വായിക്കുന്നു. और इस 9 अध्याय का 3रा पद में हमने प्रेरितों का काम 9 का 3 में हम वही पढ़ा है, उस आकाश से एक ज्योति उसकी चारों ओर चमकी. എന്നാൽ ഈ ദൈവത്തിന്റെ മഹത്വം താൻ വർഷങ്ങൾ കഴിയുമ്പോൾ, താൻ നാളുകൾ കഴിയുമ്പോൾ ആ ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം തന്റെ ഹൃദയത്തിൽ, തന്റെ ജീവിതത്തിൽ അലയടിച്ച് ഉയരുമ്പോൾ ആ വെളിച്ചത്തെ കുറിച്ച് താൻ പിന്നീട് പറയുന്നത് 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നാം വായിക്കുന്ന ആകാശത്ത് നിന്ന് വലിയ ഒരു വെളിച്ചം എന്നെ ചുറ്റിമിന്നി എന്ന് നാം വായിക്കുന്നു. और यहाँ पर एक ज्योति उसकी चारों ओर चमका और उस ज्योति को उसने स्वीकार किया और उसमें वो बढ़ते जब हम 22 अध्याय में आते हैं तो वहां पर बढ़ते हैं. पौलुस कहते हैं कि आकाश से एक बड़ा ज्योति मेरी और चारों ओर चमकी. ആദ്യം തനിക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം തനിക്ക് അത്രമാത്രം ഇല്ലാഞ്ഞതുകൊണ്ട് ആ പ്രകാശം എന്നാണ് ഇവിടെ ഒരു പ്രകാശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 9 अध्याय में जब वो कहते हैं प्रभु का बारे में उसको इतना जानकारी नहीं था, इसलिए 9 अध्याय में कहते हैं उसका एक ज्योति उसकी और चमके, ऐसा बता रहे हैं. എന്നാൽ 22-ാം കടന്നു വരുമ്പോൾ അവിടെ നാം വായിക്കുന്ന ആകാശത്ത് നിന്ന് വലിയൊരു വെളിച്ചം തനിക്ക് ചുറ്റുമിന്നി എന്ന് താൻ മനസ്സിലാക്കുന്നു. लेकिन जब 22 अध्याय का 4वां पद में हम आते हैं तो वहां वो कहते हैं कि आकाश से एक बड़ी ज्योति आकाश से मेरी चारों ओर चमकी. എന്റെ പ്രിയ ദൈവമക്കളെ, പിന്നെയും താൻ പ്രയാണം ചെയ്യുകയാണ്, താൻ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുകയാണ്, കർത്താവിൽ കൂടുതൽ താൻ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ 26-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ താൻ പ്രസംഗിക്കുമ്പോൾ പറയുകയാണ് ഈ പ്രകാശത്തെ കുറിച്ച്: ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെക്കാൾ കവിഞ്ഞൊരു പ്രകാശം, വെളിച്ചം ഞാൻ കാണുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് വായിക്കുവാൻ. और जब पौलुस ने प्रभु यीशु मसीह से मिला हुआ उस ज्योति में जब वो अपने जीवन में आगे बढ़कर जब वो 26 अध्याय में आते हैं, वहां पर वो कहते हैं कि मैंने सूरज से भी अधिक ज्योति मेरी ओर आते हुए देखा. ഒരു വെളിച്ചം, വലിയ വെളിച്ചം, സൂര്യനെ വെല്ലുന്നതായിരിക്കുന്ന വെളിച്ചം തന്റെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലൂടെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ തനിക്ക് ആ വെളിച്ചത്തെ കുറിച്ച് ഈ നിലയിൽ സൂര്യന്റെ പ്രകാശത്തെ വെല്ലുന്ന വെളിച്ചത്തെക്കാൾ അധികമായിരിക്കുന്ന ഒരു വെളിച്ചം കണ്ടതായിട്ട് താൻ അവിടെ പറയുക. जब वो पहले बोला कि ज्योति को देखा, फिर बताया बड़ा ज्योति देखा, फिर बता रहे कि सूरज से भी ज्यादा चमकने वाला ज्योति को पाया.
मतलब जब वो आत्मिक जीवन में जब आगे बढ़ते बढ़ते गया, प्रभु का ज्योति कितनी बड़े है वो जानने लगे। എന്റെ പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ട സമയം നിങ്ങൾക്ക് ഉണ്ടായ വെളിപ്പാടനുസരിച്ച് ഇന്നും അതേ നിലയിൽ തന്നെയാണോ നിങ്ങൾ ഇരിക്കുന്നത്? അതോ പൗലോസിനെ പോലെ വളർന്ന് 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 നാം കണ്ട വെളിച്ചം അത് വളരെ സൂര്യനെ വെല്ലുന്ന വെളിച്ചമായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. प्यारे भाई और बहनों, जब आप यीशु मसीह को उद्धारकर्ता के रूप में स्वीकार किया, उस समय में उसका जो ज्योति आपको मिला है, क्या उस ज्योति में आप दिन प्रतिदिन बढ़ते बढ़ते उसको एक विराट ज्योति के समान आपको अनुभव होते हैं या वैसा ही आप रहते हैं? അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. इसलिए पौलुस यहाँ पर कहते हैं, क्रूस पर चढ़ाया हुआ यीशु मसीह के बगैर और अन्य कोई भी बात जानने बगैर आपका बीच में रहना मैं चाहता हूँ। നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ തീരുമാനം എന്ന് പറയുന്നത്, നാം ഒരു ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ദൈവമക്കളാണ്, ഒരു വിശ്വാസിയാണ്. എന്നിരുന്നാൽ കൂടെ നമ്മളുടെയൊക്കെ പേഴ്സണൽ കാര്യങ്ങൾക്കാണ് നാം കൂടുതൽ इम्पोर्टेंस കൊടുക്കാറുള്ളത്. तो प्यारो, हम कई बार विश्वासी है, आप मसीही है, लेकिन फिर भी हम कई बार हमारा दुनियादारी चीजों की बातों को हम ज्यादा महत्व देते हैं. നാം മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടെ ഇതൊക്കെ നിങ്ങൾക്ക് നൽകി തരുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ വചനം നമുക്ക് ഓർക്കുവാൻ കൊണ്ട് കഴിയും. मत्ती का सुसमाचार 6वां अध्याय में हम पढ़ते हैं, प्रभु यीशु मसीह ने कहा, पहले परमेश्वर का राज और धार्मिकता का खोज करो तो उसके साथ ये सब तुम्हें दिया जाएगा. ദൈവമക്കളെ, നമ്മുടെ തീരുമാനം എന്താണ്? प्यारो, हमारा निर्णय क्या है? എന്നാൽ പൗലോസിന്റെ തീരുമാനം എന്ന് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട് നിങ്ങളുടെ ഇടയിൽ പാർക്കണമെന്നുള്ള തീരുമാനമാണ്. तो प्यारो, पौलुस का निर्णय ये है, पौलुस कहते हैं, मुझे क्रूस पर चढ़ाया हुआ मसीह को ही जानना, अगर अन्य कोई भी चीज को मुझे नहीं जानना है जब तुम्हारे बीच में रहते हो. പൗലോസിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, പൗലോസ് വളരെ ജ്ഞാനിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. पौलुस के बारे में जब हम सोचते हैं, वो बड़ा एक ज्ञानी व्यक्ति था. താൻ വളരെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്, बहुत पढ़ा लिखा आदमी, താൻ വിദ്യാസമ്പന്നനായ വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. दुनिया का बड़े पढ़े लिखे आदमी के रूप में हम उसको देखते हैं. നമുക്കറിയാം, പരീക്ഷ പ്രമാണിയായിരിക്കുന്ന ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് ന്യായപ്രമാണം അഭ്യസിച്ച പൗലോസിനെ കുറിച്ച്, ശൗലിനെ കുറിച്ച് നമുക്കറിയാം. हमें मालूम है पौलुस जो शाऊल है उसके बारे में हम जानते हैं, जो यहूदियों का एक बड़ा फारिसी गुरु था गमालिएल, उसकी चरणों में बैठकर व्यवस्था का शिक्षा पाया हुआ. ന്യായപ്രമാണത്തെ കുറിച്ച് നല്ല ജ്ഞാനമുള്ള വ്യക്തിയാണ്. और व्यवस्था के बारे में उसको अच्छी ज्ञान है. അവനെ ആരും ഒന്നും പഠിപ്പിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. उसको व्यवस्था के बारे में कोई सिखाने की जरूरत नहीं है. നല്ല വചനം സംസാരിക്കുവാൻ അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുവാനുള്ള കഴിവുള്ള വ്യക്തിയാണ്. तो वचन से प्रचार करने के लिए और वचन को इस्तेमाल करने के लिए उसको बहुत ज्ञान है. എന്നാൽ താൻ ഇവിടെ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. लेकिन यहाँ पर 2वां अध्याय का पहला पद में उसने क्या कहते हैं, तेरा ध्यान दीजिए. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കുവാൻ വന്നത്. देखिए यहाँ पर क्या बता रहे हैं, पहला कुरिन्थियों 2 का पहला पद में, हे भाइयों, जब मैं परमेश्वर का भेद सुनाता हुआ तुम्हारे पास आया तो शब्दों या ज्ञान की उत्तमता के साथ नहीं आया. നോക്ക്, ഹിന്ദിയിലെ ശബ്ദം എന്നാണ് അല്ലെങ്കിൽ വേർഡ് എന്നാണ്. ആ വാക്കുകളുടെ മഹത്വമൊന്നും പറയാതെ, അത് മാത്രമല്ല തന്റെ ജ്ഞാനത്തിന്റെ വൈഭവമൊന്നും കാണിക്കാതെ, താന് അത് മിണ്ടാതിരുന്ന ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കണമെന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടെ താൻ കൊരിന്ത്യയിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുവാൻ കഴിയും. तो यहाँ पर हम देखते हैं पौलुस उसका ज्ञान का प्रयोग नहीं किया और उसकी शब्दों का इस्तेमाल नहीं किया, बल्कि साधारण रूप से कोरिन्थियों के बीच
में उसने प्रभु का प्रचार किया। പിന്നീട് താൻ എന്താണ് ചെയ്തത്? और फिर उसने क्या किया? ഞാനോ ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് നിർണയിച്ചു. ओ मैं तुम्हारा बीच में जब रहते हैं क्रूस पर चढ़ाया हुआ यीशु मसीह के बगैर कुछ ना जाए। ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ഒരു തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി കർത്താവിനെ കുറിച്ചല്ലാതെ ഈ ലോകത്തിന്റെ യാതൊരു ജ്ഞാനമോ ഈ ലോകത്തിന്റെ ഏതെങ്കിലും നിലയിലുള്ള ബുദ്ധിവൈഭവമോ അല്ലെങ്കിൽ വാക്ചാതുര്യമോ കൊണ്ട് ഒന്നും തന്നെയല്ല, മറിച്ച് കർത്താവിന്റെ ആ പ്രകാശം മുഖത്ത് നിന്ന് ലഭിച്ച കർത്താവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആ പ്രകാശം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു തീരുമാനത്തിൽ ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. आप प्यारो, मैं ये चाहता हूँ कि आप हम सब जब प्रभु यीशु मसीह को हम अपने जीवन में अनुभव किया, उससे मिला हुआ उस ज्योति और उस ज्योति की ज्योति में ही हम अपनी पूरी जिंदगी को समर्पित करके उसमें बढ़ने के लिए हम संपूर्ण से आगे समर्पित बढ़ता तो कितना अच्छा होता। പൗലോസിന്റെ ആഗ്രഹം വീണ്ടും ഗലാത്യ ലേഖനം 6:14 നമുക്ക് കാണുവാൻ കഴിയും. तो प्यारो, पौलुस का इच्छा और भी हम देखते हैं गलातियों के पत्र 4 अध्याय में। അവിടെ നാം വായിക്കുന്നത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. और उसमें यहाँ पर कहते हैं कि 14 उसके 14 पद में हम ऐसा पढ़ते, पर ऐसा ना हो कि मैं अन्य किसी बात का घमंड करूं, केवल हमारे प्रभु यीशु मसीह के क्रूस का, जिसके द्वारा संसार मेरी दृष्टि में और मैं संसार की दृष्टि में क्रूस पर चढ़ाया गया। അപ്പോൾ പൗലോസ് നിർണയമെടുക്കാനുള്ള കാരണം, पौलुस ऐसे निर्णय ठान लेने का कारण क्या? എന്താണ്? താൻ ലോകത്തിനും ലോകം തനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. यहाँ पौलुस उसका कारण बता रहे कि ये पौलुस कहते हैं कि संसार मेरे लिए और मैं संसार के लिए क्रूस पर चढ़ाया गया। കൊരിന്ത്യർ ലേഖനം 1-2 അത് പൗലോസിന്റെ കൃതിയാണ് അല്ലെങ്കിൽ പൗലോസ് എഴുതിയതാണ് എന്ന് നമുക്കറിയാം. आप हमें मालूम है कोरिन्थ का पहला और दूसरा पत्र पौलुस के द्वारा लिखा गया। അവിടെ പ്രതിപാദ്യ വിഷയവും ക്രൂശാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. वहाँ का मुख्य विषय क्रूस है। ഇവിടെ ഗലാത്യ ലേഖനത്തിൽ നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത് എന്ന് നാം വായിക്കുന്നു. और यहाँ गलातियों के पत्र में भी पौलुस कहते हैं कि मैं अन्य किसी बात का घमंड ना करूं, केवल हमारे प्रभु यीशु मसीह के क्रूस का। നമുക്കറിയാം ക്രൂശിന്റെ ചിഹ്നം എന്ന് പറയുന്നത് അത് നിന്ദയുടെ, പരിഹാസത്തിന്റെ, വേദനയുടെ ചിഹ്നമാണ്. आप यारो, क्रूस का मतलब है कि निंदा, पीड़ा और दर्द का चिन्ह है। അത് നന്നായിട്ട് അറിയാവുന്ന പൗലോസാണ് പറയുന്നത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത് എന്ന് പറയുക. क्रूस का अर्थ अच्छे से जानने वाला पौलुस कहते हैं कि मुझे यीशु मसीह का क्रूस पर ही घमंड करना है। ക്രൂശ് നിന്ദയുടെ ചിഹ്നമാണ്. क्रूस निंदा का एक चिन्ह, അപഹാസ്യത്തിന്റെ ചിഹ്നമാണ്. और वो उपहास का एक चिन्ह है। വേദനയുടെയും ശാപത്തിന്റെയും പ്രതീകമാണ് ക്രൂശ്. क्रूस दर्द का और श्राप का एक चिन्ह है। ഒരു വിശ്വാസിക്ക് ക്രൂശിനെ മറന്നുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാനെ കൊണ്ട് സാധ്യമല്ല. एक विश्वासी को क्रूस को भूलकर इस संसार में जिंदगी बिता नहीं सकता। നമുക്കറിയാം, കൊരിന്ത്യർ ലേഖനം 1:18 നാം വായിക്കുന്നു, पहला अध्याय का 18 पद में पढ़ते हैं। എന്നാൽ ഈ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക്, നാം വായിക്കുന്ന ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്ന് നാം വായിക്കുന്നു. क्रूस की कदम नाश होने वालों के लिए मूर्खता है, परंतु हम उद्धार पाने वालों के लिए परमेश्वर की सामर्थ्य है। നാം ചിന്തിക്കുകയുണ്ടായി, പൗലോസിന്റെ പഴയ ജീവിതം ഈ ക്രൂശിന്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ജീവിതമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാനൊക്കെ. हमें मालूम है जो पुराना पौलुस ऐसा था कि इस
क्रूस के खिलाफ अपने जीवन को बिता रहा था। എന്നാൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിച്ചം തന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചത് അനന്തമായിരിക്കുന്ന, അത്ഭുതകരമായിരിക്കുന്ന, അത് വളരെ വലുതായിരിക്കുന്ന പ്രകാശം തന്റെ ജീവിതത്തിൽ ലഭിച്ചപ്പോൾ जब पौलुस इस यीशु मसीह को जब पाया, उससे जो ज्योति पाया और उस ज्योति में वो बढ़ कर एक बड़ा ज्योति के अनुभव में वो पहुंच गया। തന്റെ തീരുമാനം എന്താണ് എന്ന് നോക്കുക. और उस समय में उसका जो निर्णय क्या था वो हम देखिए। നമുക്ക് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. फिलिप्पियों के पत्र 3 अध्याय में आएंगे। 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. और उसका 7वां पद में सब पढ़ते हैं। परंतु जो बातें मेरा लाभ की थी उन्हीं के में मैंने मसीह के कारण हानि समझ लिया है. എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. पौलुस कहते हैं कि जो बात मेरे लाभ की थी उनको मैंने मसीह के कारण हानि समझ लिया है। എന്റെ പ്രിയ ദൈവമക്കളെ, നമുക്കിത് വായിക്കുവാനൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. प्यारे भाई और बहनों, हमें पढ़ने के लिए बहुत सरल है। നമുക്കിത് കേൾക്കുവാൻ വളരെ നല്ല കാര്യമാണ്. और ये सुनने के लिए भी बहुत सरल है। നാം അത് കേൾക്കുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. और ये सुनते तो हमें बड़ा आनंद भी होता है। എന്നാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? लेकिन हमारा जीवन में ऐसा एक निर्णय क्या हम ले सकते हैं क्या? എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും ഛേദമെന്ന് എണ്ണുവാൻ തക്കവണ്ണം സാധ്യമാണോ? मेरा जीवन में जो लाभ की बात है उसको मैं हानि समझ सकते हैं क्या? നാം ലാഭമായിരിക്കുന്ന ഛേദമെന്ന് എണ്ണുന്നതിന് പകരം നമുക്ക് തിരിച്ചൊന്ന് ചിന്തിച്ചാല് നമുക്ക് ലാഭമല്ലാത്ത കാര്യങ്ങൾ പോലും അത് നമുക്ക് ലാഭമാക്കി തീർക്കുവാനാണ് നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത്. तो प्यारो, अभी यहाँ पर जो लाभ की बात को हानि समझना बगैर हम कई बार जो हमें कुछ भी लाभ नहीं पहुंचाता ऐसे चीजों को भी हम लाभ समझने लगते हैं। എങ്ങനെയെങ്കിലും കുറെ കൂടെ പണം സമ്പാദിക്കണം, അത് ഏത് നിലയിലായിക്കോട്ടെ, അത് എങ്ങനെയും ആയിക്കോട്ടെ, നമുക്ക് അതിന് മാർഗമൊരു അല്ലെങ്കിൽ ആ മാർഗമൊരു പ്രശ്നമേ അല്ല, ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതാണ് പ്രധാന കാര്യം എന്ന് ചിന്തിച്ച് ചെയ്യുന്നവർ അനേകരുണ്ട്. तो आज काफी लोग ऐसा है, मुझे कैसे भी पैसा कमाना है, धनी बनना है और उसके लिए कुछ भी करूं, क्या कुछ भी करना उसका मार्ग उसके लिए कोई विषय नहीं है, कैसे भी करके मुझे धनी बनना है, पैसा कमाना, यही विचार काफी ലാഭമുണ്ടാക്കുവാൻ എന്തെല്ലാം കളികളാണ് നാം കളിക്കുന്നത്. और ऐसे लाभ कमाने के लिए हम क्या क्या करते हैं। എന്നാൽ പൗലോസ് പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേദമെന്ന് എണ്ണുകയാണ്. लेकिन पौलुस से हम कहते हैं मेरा जीवन में जो लाभ का था वो सब मैंने हानि समझता हूं। പ്രിയ ദൈവമക്കളെ, ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. प्यारे भाई और बहनों, इस परमेश्वर का वचन हमारा हृदय की गहराई में उसको आने दो। 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താണ്? और उसका तो में हम क्या पढ़ते हैं? അത്രയുമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേദമെന്നുണ്ട്. और मैं अपने प्रभु मसीह यीशु की पहचान की उत्तमता के कारण सब बातों को हानि समझता हूं। എല്ലാം ഛേദമെന്നുണ്ടെന്നു. और सब कुछ हानि समझता हूं। അതിനകത്ത് നമ്മളുടെ ധനം വരും, उसमें हमारा धन होता है, നമ്മുടെ മാനം വരും, हमारा मान होते हैं, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകാം. और हमारा जीवन का कई अनुभव होते हैं। എന്തെല്ലാം കാര്യങ്ങളാണേലും പലപ്പോഴും നമുക്ക് അതൊക്കെ നന്മയായിട്ട് ഭവിക്കുവാൻ നാം ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഛേദമായിട്ട് ഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വളരെ വേദന ഉണ്ടാകുവാനുള്ള സാധ്യത. तो प्यारो, जो हमें लाभ का बात हम समझते हैं वो कई बार हमारे जीवन में जब नष्ट होते हैं तो हमें उसको बड़ा दुख लगता है। लेकिन पौलुस यहाँ पर ऐसी बातों को वो लाभ नहीं वो हानि समझते हैं। പൗലോസിന്റെ മനോഭാവം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. पौलुस का मन हम 11 पद में पढ़ते हैं। അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ലവിധേയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണും. और पौलुस ने हम कहते हैं कि उसके साथ दुख में सहभागी होने के मर्म को जानो और उसकी मृत्यु की समानता को प्राप्त करूं कि मैं किसी भी विधि से मरे होने से जी उठने के पद तक पहुंचूं। എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു. और सब कुछ त्याग कर उसको कूड़ा समझता हूं। നമുക്കറിയാം, കൂട നാം കണ്ടാൽ അത് മാറിപ്പോകുന്ന അവസ്ഥ
നമ്മളൊക്കെ മാറിപ്പോകും. आने वाले में कूड़ा जो कचरा है वो सब नाश होने वाले हैं। എന്നാൽ നമുക്ക് ലാഭമായി ലഭിക്കേണ്ടുന്ന പല കാര്യങ്ങൾ ഉപേക്ഷിച്ച് അതൊക്കെ ചവറന്നെണ്ണി അതിലേക്ക് പിന്നെ കടന്നു പോകാതെ വീണ്ടും വീണ്ടും അതിലേക്ക് ആകർഷിക്കപ്പെടാതെ അതിൽ നിന്ന് ദൂരമേ കടന്നുപോയി ആ കർത്താവിന്റെ ആ പ്രകാശത്തിലേക്ക്, വെളിപ്പാടിലേക്ക്, ആ പരിജ്ഞാനത്തിലേക്ക്, പൂർത്തീകരണത്തിലേക്ക് വരുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക്. पौलुस यहाँ पर चाहते हैं वो ऐसे जो कूड़ा या कचरा जो है वो उसमें रहने के लिए नहीं, उसमें से दूर जाकर प्रभु का ज्योति में बढ़कर आत्मिक जीवन में औन्नति को प्राप्त करने के लिए पौलुस चाहते हैं। പൗലോസിന്റെ ജീവിതത്തിൽ തനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഈ ലോകത്തിലുള്ള എത്ര ധനമോ സമ്പത്തോ ശ്രേഷ്ഠതയോ മാനമോ ജ്ഞാനമോ അല്ലെങ്കിൽ പഠിപ്പോ ഒക്കെ അതൊക്കെ കൂടയ്ക്ക് സമാനമായിട്ട് അതിനെ വെറുത്ത് താന് കർത്താവിന് വേണ്ടി നിൽക്കുന്നതായിട്ടാണ് കാണുവാൻ പറ്റുന്നത്. संसार के सारा धन मान सम्मान जो कुछ भी है वो सब पौलुस ने केवल कूड़ा या कचरा के समान वो समझ लिया। ഗലാത്യർ 2:20 നാം ഇങ്ങനെ വായിക്കുന്നു, गलातियों के पत्र 2 अध्याय का 20वां पद पढ़ते हैं, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, और मैं मसीह के साथ क्रूस पर चढ़ाया गया। ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. अब मैं नहीं, मसीह मुझ में जीवित हूँ। ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്തിൽ അത്രേ. अब मैं जो जीवित हूँ वो जो जिस मसीह पर में विश्वास करते हैं उस पर का विश्वास के कारण मैं जीवित हूँ। നാം ഇന്ന് പ്രഭാതത്തിൽ ആരാധനയുള്ള വിധത്തിൽ പ്രിയ സഹോദരൻ റോമാലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മിച്ചല്ലോ. और आराधना के बारे में जब हमने विचार कर रहा था, प्रिय भाई ने रोमियो का पत्र से कुछ वचन पढ़ दिया। എന്താണ് അതിന്റെ 6:6 നാം നമ്മെ ഓർമ്മിക്കുന്നത്? वहाँ रोमियो का पत्र 6:6 में हम क्या पढ़ते हैं? നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. और वहाँ हम पढ़ते हैं, हम जानते हैं कि हमारा पुराना मनुष्य उसके साथ क्रूस पर चढ़ाया गया ताकि पाप का शरीर बंद हो जाए और हम आगे को पाप के दासत्व में ना रहे। എന്റെ പ്രിയ ദൈവമക്കളെ, പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. प्यारे पौलुस कहते हैं, मैं मसीह के साथ क्रूस पर चढ़ाया गया। ഞാൻ നിങ്ങൾ ഓരോരുത്തരും പറയേണ്ടതാണ് എന്താണ്? ഇനി നാം പാപത്തിന് അടിമപ്പെടാതെ വേണം പാപശരീരത്തിന് നീക്കം വരേണ്ട നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം പറയേണ്ടതാണ്. तो प्यारो, हम इसलिए हम अपने आप को कहना है कि हमारा पुराना मनुष्य उसके साथ क्रूस पर चढ़ाया गया ताकि पाप का शरीर बंद हो जाए। എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ നാം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും നമ്മുടെ പഴയ മനുഷ്യൻ അത് ജീവൻ വെച്ച് വരാറുണ്ട് എന്നുള്ളത് വളരെ ഖേദകരമായിരിക്കുന്ന കാര്യമാണ്. कई बार ऐसा होते हमारा पुराना मनुष्य को क्रूस पर चढ़ाया है, फिर भी कई बार वो जी उठ कर आ जाते हैं। നാം ഇവിടെ വായിച്ചതുപോലെ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. हम जैसे हमर पड़ा, मैं मसीह के साथ क्रूस पर चढ़ाया गया। അതുകൊണ്ട് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. इसलिए मसीह मुझ में जीवित है। ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിനോടുള്ള അവന്റെ സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. और अब मैं जीवित हूँ वो मसीह के ऊपर जो विश्वास के कारण। എന്നെ സ്നേഹിച്ച എനിക്ക് വേണ്ടി തന്നെത്താൻ ജീവൻ അർപ്പിച്ച കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. अब मैं जो जीवित उसका कारण है, मुझे प्रेम किया और मेरे लिए अपने प्राण को जो कुर्बान कर दिया उस पर का विश्वास के कारण। അവനിലുള്ള വിശ്വാസത്താലാണ് ഞാൻ ജീവിക്കുന്നത്. और उसी पर जो विश्वास है, എന്റെ വിശ്വാസം നാൾക്ക് നാൾ അത് വളർന്നു വരേണ്ടത് ആവശ്യമാണ്. हमारा विश्वास दिन प्रतिदिन बढ़ना बहुत जरूरी है। അപ്പോഴാണ് പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് പറയുവാൻ തക്കമുള്ള കഴിയും. हम पौलुस के समान बता पाएंगे। ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ ഒഴികെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. क्रूस पर चढ़ाया हुआ मसीह के बगैर कुछ भी मुझे जानना नहीं तुम्हारा बीच में। മറ്റു പല കാര്യങ്ങൾ പറയുവാൻ ഉണ്ടെങ്കിലും എന്റെ മുമ്പിൽ സമയം തീർന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. और भी कई बात बोलने की इच्छा है लेकिन मेरा सामने समय എന്നാൽ ഒരു പോയിന്റ് മാത്രം പറഞ്ഞ് ഞാൻ അതങ്ങ് നിർത്താം. एक और पॉइंट बताकर मैं समाप्त करूंगा। ക്രിസ്തുവിനെ മാത്രം അറിയണമെന്ന് പറയുവാനുള്ള കാരണം सिर्फ
मसीह को जानना ऐसा करने के एक कारण है। ക്രിസ്തുവിന്റെ സ്വഭാവ ഗുണങ്ങളാണ് അതിന് കാരണം. मसीह का स्वभाव का श्रेष्ठता है उसका पीछे का कारण। യേശുക്രിസ്തുവിന്റെ മഹത്വമാണ് അതിന് കാരണം. यीशु मसीह का महिमा है उसका कारण। യേശുക്രിസ്തു പരിശുദ്ധനായിരിക്കുന്ന ദൈവമാണ്. यीशु मसीह पवित्र परमेश्वर है। യേശുക്രിസ്തു സ്നേഹവാനായിരിക്കുന്ന ദൈവമാണ്. यीशु मसीह प्रेमी परमेश्वर है। യേശുക്രിസ്തു കമ്പാഷനേറ്റ് ആണ്, അല്ലെങ്കിൽ ദയവുള്ളവനാണ്, നമ്മെ ദയുള്ള കർത്താവാണ്. और यीशु मसीह हमारे ऊपर दया दिखाने वाला परमेश्वर है। യേശുക്രിസ്തു പ്രാർത്ഥനാ ജീവിതമുള്ള കർത്താവാണ്. और यीशु मसीह प्रार्थना में लगे रहने वाला एक व्यक्ति था। മാത്രമല്ല യേശുക്രിസ്തു മീക്കാണ്, സൗമ്യതയുള്ളവനാണ്. और यीशु मसीह नम्र और दीन। കർത്താവ് ഹംബിളാണ് എന്നും നാം തിരുവചനത്തിൽ. और यीशु मसीह एकदम नम्र है। ഈ വാക്കുകളെല്ലാം അനേക സമയം സംസാരിക്കുവാനുള്ള വിഷയങ്ങളാണ്. और ये जो सारी बात यीशु मसीह का स्वभाव का श्रेष्ठता काफी समय तक बात करने का विषय है। എന്നാലും കർത്താവ് നമ്മളുടെ ആ സ്വഭാവങ്ങൾ, അത് കർത്താവിന്റെ ഈ സ്വഭാവങ്ങൾ പൗലോസ് പഠിച്ചത് കൊണ്ടാണ് ഇത്രമാത്രം ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു വ്യക്തി വേറെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവനെ കുറിച്ചല്ലാതെ വേറെ ഒന്നും അറിയുന്നവനായിട്ട് ഞാൻ ഈ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന്, അവനെ കുറിച്ച് മാത്രം അറിയുന്നവനായിട്ടിരിക്കണമെന്ന് ആഗ്രഹിച്ചു. और इसलिए पौलुस इसलिए ऐसा कहते हैं क्योंकि उसने यीशु मसीह को अच्छे से पहचाना है। उसका पहचान कर ज्ञान से वो कहते हैं कि मैं तुम्हारा बीच में जब रहा हूं, सिर्फ उस यीशु मसीह को ही पहचानने वाला बनकर रहना चाहता हूं। എന്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ തീരുമാനം വരും ദിവസങ്ങളിൽ ഇതായിരിക്കാൻ ദൈവം നമ്മെ तो प्यारे भाई और बहनों, हमारा भी निर्णय आने वाले दिनों में यही हो। ദൈവവചനം, ഈ ദൈവവചനം നമ്മെ വരും ദിവസങ്ങളിൽ ആത്മീകമായിട്ട് വളർത്തുവാൻ, ആത്മീകമായിട്ട് ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടും. और इस परमेश्वर की वचन के द्वारा आने वाले दिनों में हमारा मसीही जीवन, हमारी आत्मिक जीवन और भी उन्नति पाने के लिए प्रभु सहायता करे, मदद करे। यही प्रार्थना के साथ मैं मेरा वचन समाप्त करता हूँ। प्रभु की नाम की।